ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഏത് ജിമെയിൽ ID ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പാസ്വേഡ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഗൂഗിളിൻ്റെ പാസ്വേഡ് മാനേജർ എന്ന ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ മറന്നുപോയ എല്ലാ പാസ്വേഡുകളും യൂസർ IDകളും ഒക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ലിങ്കാണ് വേണ്ടതെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇതുപോലൊരു പേജാണ് ഓപ്പണായി വരിക. പിന്നെ നിങ്ങളുടെ ഫോണിൽ ഏത് ജിമെയിൽ ആണോ സൈൻ ഇൻ ആയി കിടക്കുന്നത് ആ ജിമെയിൽ അക്കൗണ്ടിലാണ് നിലവിലുണ്ടാകുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 1-2 ജിമെയിൽ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഈ ജിമെയിൽ ID എൻ്റെ ഫോണിൽ സൈൻ ഇൻ ആയി കിടക്കെ ഞാൻ ഫോണിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളുടെ വിവരമാണ് ഇവിടെ കാണുന്നത്. അതിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മുതൽ വലിയൊരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം. പണ്ടത്തെ ടിക്ടോക്ക് പോലും ഇതിനകത്തുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ അലോഡ് ആകുന്ന സമയത്ത് ടിക്ടോക്കിൽ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് പോലും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്കിൻ്റെ 6ഓളം അക്കൗണ്ടുകൾ ഞാൻ ഇതിൽ നിന്ന് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ 8ഓളം അക്കൗണ്ടുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കും പലർക്കും വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ പാസ്വേഡ് പോലും ഇതിനകത്തുണ്ട്. ഇനി ഏത് അക്കൗണ്ടിൻ്റെ വിവരമാണ് അറിയേണ്ടത്, അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ആകുന്നതാണ്. ഞാനിപ്പോൾ ഫേസ്ബുക്കിൻ്റേതാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം 6ഓളം ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജിമെയിൽ ID ഏതാണ്, പാസ്വേഡ് ഏതാണ്, എല്ലാം ഇതിൽ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. പാസ്വേഡ് കാണണമെങ്കിൽ ഇവിടെയുള്ള കണ്ണിൻ്റെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാസ്വേഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജിമെയിൽ IDയും പാസ്വേഡും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നുപോയ അക്കൗണ്ട് പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ തിരയുന്ന അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ജിമെയിൽ സൈൻ ഇൻ ആയി കിടക്കുകയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പരിശോധിക്കാനായിട്ട് വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആരോ മാർക്ക് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ എത്ര ജിമെയിൽ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതിലേത് ജിമെയിലാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ജിമെയിൽ ID സൈൻ ഇൻ ആയി കിടക്കെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് എത്ര തന്നെ നോക്കിയിട്ടും കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ മൊബൈൽ ഫോൺ ഇത് ഗൂഗിളിലേക്ക് ബാക്കപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ S കൊടുക്കാറുണ്ട്, നമ്മൾ എന്താണെന്ന് പോലും വായിച്ച് നോക്കാറില്ല. അങ്ങനെ S കൊടുത്തിട്ടുള്ള അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇതിനകത്ത് ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ജിമെയിൽ IDയുടെ പാസ്വേഡാണ് വേണ്ടതെങ്കിൽ അതിങ്ങനെയല്ല ലഭിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.